ചെറുവള്ളി എസ്റ്റേറ്റിലെ മരം നമ്മൾ മുറിച്ചപ്പോൾ ഗവൺമെന്റിന്റെ സീനിയറേജ് കെട്ടണം എന്നടക്കമുള്ള കേസുകളെല്ലാം ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ വിധികളാണ് ഇതേവരെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സർക്കാർ റോബിൻഹുഡ് കളിക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് അങ്ങനെ ഗ്രാബ് ചെയ്തെടുക്കാൻ പാടില്ല, നിയമപരമായ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് തന്നെ പറഞ്ഞാണ് മതി. ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ആധാരത്തെ സംബന്ധിച്ച് സംശയമുണ്ടെന്നും അത് ശരിയായ ആധാരമല്ലെന്നും ഇത് പട്ടയഭൂമിയായിട്ടാണ് കാണപ്പെടുന്നതെന്നും സർക്കാർ വക്കീൽ കോടതിയിൽ പറഞ്ഞപ്പോൾ ആ സംസ്ഥാന സർക്കാർ ഫയൽ ചെയ്തിരിക്കുന്ന സ്യൂട്ട് തള്ളിയത് ഗവൺമെന്റിന് വിജയമാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടണം. അതല്ല അത് ഗവൺമെന്റ് തിരിച്ചുകയാണെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടണം. നമസ്കാരം. ഏറെ ചർച്ച ചെയ്യപ്പെട്ട എരുമേലി വിമാനത്താവളം അതിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച്, വിമാനത്താവളത്തിന് ഏറ്റെടുക്കാൻ പോകുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് പാലാ സബ് കോടതിയിൽ ഒരു കേസ് നിലവിലുണ്ടായിരുന്നു. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സർക്കാരിനാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാർ പാലാ സബ് കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇന്ന് ആ കേസിന് വിധി വന്നിരിക്കുകയാണ്. ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ ഉടമസ്ഥതയിലുള്ള അയന ചാരിറ്റബിൾ ട്രസ്റ്റിന് തന്നെയാണെന്ന് കോടതി വിധിച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ബിലീവേഴ്സ് ചർച്ചിന്റെ PRO ആയിട്ടുള്ള ഫാദർ സിജോ പന്തപ്പള്ളി മറുനാടനോട് സംസാരിക്കുകയാണ്. നമുക്ക് ഫാദർ സിജോ പന്തപ്പള്ളിനോട് സംസാരിക്കാം. എരുമേലി വിമാനത്താവളം സംബന്ധിച്ച് ഒരുപാട് വിവാദങ്ങൾ നിലവിലുണ്ട്. ഇപ്പോൾ ഈ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ ഉടമസ്ഥതയിലുള്ള അയന ചാരിറ്റബിൾ ട്രസ്റ്റ്, ഈ ട്രസ്റ്റ് ഈ ഭൂമി നമ്മളുടെ സ്വന്തമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഇതിനോടകം എത്ര കേസുകൾ വാദിച്ചിട്ടുണ്ടാവും? ഏകദേശം 10ഓളം കേസുകൾ 2009 തൊട്ട് ഇതുവരെ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഈ കേസുകളൊന്നും നമ്മൾ കൊടുത്തിരിക്കുന്നതല്ല, മറ്റ് പല ആളുകൾ കൊടുത്തതും സർക്കാർ കൊടുത്തതും. ചെറുവള്ളി എസ്റ്റേറ്റിലെ മരം നമ്മൾ മുറിച്ചപ്പോൾ ഗവൺമെന്റിന്റെ സീനിയറേജ് കെട്ടണം എന്നടക്കമുള്ള കേസുകളെല്ലാം ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ വിധികളാണ് ഇതേവരെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ആത്യന്തികമായിട്ട് സുപ്രീം കോടതി വരെ ഈ കേസിൽ ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം, ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം ബിലീവേഴ്സ് ചർച്ചിനാണെന്നുള്ളത് വിധിച്ചിരിക്കുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സബ് കോടതിയെ സമീപിക്കാൻ? അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, സംസ്ഥാന സർക്കാർ ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ച് സർക്കാരിന്റെ ഭൂമി കണ്ടുപിടിച്ച് ഏറ്റെടുക്കാൻ വേണ്ടി ശ്രീ രാജമാണിക്യം IAS എന്ന് പറഞ്ഞൊരു വ്യക്തിയെ നിയമിച്ച് രാജമാണിക്യത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഇത് സർക്കാർ ഭൂമിയാണെന്ന് കണ്ടെത്തി അത് ഏറ്റെടുക്കുന്ന ഒരു ഓർഡർ ഇടുകയുണ്ടായി. അപ്പം അന്ന് അതിനെതിരെയാണ് നമ്മൾ ആദ്യമായിട്ട് കോടതിയിൽ പോകുന്നത്. ഈ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നതിനെതിരെ കോടതിയിൽ പോകുന്നു. അതിൽ വളരെ വിശദമായ വാദം കേരള ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ചിൽ അടക്കം നടക്കുകയും അങ്ങനെ കേരള ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഉത്തരവ് തരികയും ചെയ്തു. ആ ഉത്തരവിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പറഞ്ഞിരിക്കുന്നത് സർക്കാർ റോബിൻഹുഡ് കളിക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് അങ്ങനെ ഗ്രാബ് ചെയ്തെടുക്കാൻ പാടില്ല, നിയമപരമായ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് തന്നെ പറഞ്ഞാണ് മതി. അപ്പം അതാണ് അവസാനത്തെ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിധി എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സർക്കാർ ഇതിനെതിരെ സുപ്രീം കോടതിയിൽ പോവുകയും അത് സുപ്രീം കോടതി ഫയലിൽ പോലും സ്വീകരിക്കാതെ തള്ളുകയും ചെയ്ത അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഹൈക്കോടതി വിധിക്കകത്ത് ഒരു പരാമർശത്തിൽ ഈ ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ആധാരത്തെ സംബന്ധിച്ച് സംശയമുണ്ടെന്നും അത് ശരിയായ ആധാരമല്ലെന്നും ഇത് പട്ടയഭൂമിയായിട്ടാണ് കാണപ്പെടുന്നതെന്നും സർക്കാർ വക്കീൽ കോടതിയിൽ പറഞ്ഞപ്പോൾ ഹൈക്കോടതി അവിടെ നിന്ന് പരാമർശിച്ചു, ഞങ്ങൾ ഇത് മുഴുവൻ ഡീൽ ചെയ്തതാണ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സിവിൽ പരമായ ഏതെങ്കിലും കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ അത് പറയേണ്ട ഇത് സാഹചര്യം അല്ലെങ്കിൽ സ്ഥലം എന്ന് പറയുന്നത് കേരള ഹൈക്കോടതി അല്ല, അത് സിവിൽ കോടതിയിലാണ് നിങ്ങൾ ഉന്നയിക്കേണ്ടത് എന്നുള്ളൊരു പരാമർശം ഈ ഹൈക്കോടതി വിധിക്കാത്തുണ്ടായിരുന്നു. അതിന്റെ വെളിച്ചത്തിലാണ് സർക്കാർ പാലാ കോടതിയിൽ കൊണ്ട് ഒരു സിവിൽ സ്യൂട്ട്, അതായത് ഇത് സർക്കാരിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള സ്ഥലമാണെന്ന് പറഞ്ഞൊരു സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യുകയുണ്ടായത്. ഈ ഡോക്യുമെന്റിൽ സംശയം ഉണ്ടെങ്കിൽ എങ്ങനെ ഉടമസ്ഥാവകാശം ഉന്നയിക്കാൻ പറ്റും? ഡോക്യുമെന്റ് ഫോർജ് ചെയ്തു എന്നാണല്ലോ ഇവർ പറയുന്നത്. അപ്പൊ അതിനെങ്ങനെ കോടതി സർക്കാരിന് ഉടമസ്ഥാവകാശം ഉന്നയിക്കാൻ പറ്റും? അല്ല, സർക്കാർ ചെയ്ത എല്ലാ നടപടികളും സത്യം പറഞ്ഞാൽ തെറ്റാണ് എന്നുള്ളതാണ്. അപ്പം ഞങ്ങള് ഈ പാലാ സബ് കോടതിയിൽ വാദിച്ചു അത് തന്നെയാണ്. 2009 മുതൽ ബലമായി ഈ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്ഥലം പിടിച്ചെടുക്കാൻ വേണ്ടി ഇന്ന സർക്കാരെന്നില്ല, മാറി മാറി വന്ന സർക്കാരുകൾ
ഈ സ്ഥലം ബലമായി പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ തെളിവുകളാണ് ഞങ്ങൾ പാലാ കോടതിയിൽ ഹാജരാക്കിയത്. അതിനുശേഷം ഞങ്ങളുടെ കയ്യിലുള്ള ഡോക്യുമെന്റ്, മുന്നാധാരമടക്കം ജന്മാവകാശമടക്കം ഞങ്ങളുടെ കയ്യിലുള്ള സകല തെളിവുകളും ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കി. ഇതൊക്കെ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളതാണ്. ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഹൈക്കോടതി ഡീല് ചെയ്യാത്ത കാര്യങ്ങൾ മാത്രമേ പാലാ കോടതിയിൽ ഡീല് ചെയ്യാവുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇത് മുഴുവൻ ഒന്നും കൂടെ നമ്മൾ പ്രസന്റ് ചെയ്ത് എല്ലാ തെളിവുകളും കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചെയ്ത കേസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ആധാരം ശരിയല്ല എന്ന് പറഞ്ഞ് കേസ് കൊടുത്തെങ്കിലും വാദിച്ചത് മുഴുവൻ ഉടമസ്ഥാവകാശം സംബന്ധിച്ചാണ്. വിധി വന്നപ്പോഴും അതനുസരിച്ച് തന്നെ അവരുടെ അപ്പീൽ സ്യൂട്ട് മുഴുവൻ തള്ളിക്കൊണ്ടുള്ള വിധി വരികയും ചെയ്തു. റവന്യൂ മന്ത്രി പറഞ്ഞിരിക്കുന്ന സർക്കാരിന് തിരിച്ചടി അല്ലെന്നാണ്. സത്യത്തിൽ ഇത് സർക്കാരിന്റെ തിരിച്ചടി തന്നെ അല്ലേ? അത് സംസ്ഥാന ഗവൺമെന്റ് എങ്ങനെയാണ് എടുക്കുന്നതിന് അനുസരിച്ചിരിക്കും. സംസ്ഥാന സർക്കാർ കൊടുത്ത സ്യൂട്ടാണ് തള്ളിയിരിക്കുന്നത്. ഇത് ഞങ്ങൾ ഫയൽ ചെയ്ത സ്യൂട്ട് അല്ല. ഈ സ്യൂട്ട് ഫയൽ ചെയ്തിരിക്കുന്ന സംസ്ഥാന സർക്കാരാണ്. ആ സംസ്ഥാന സർക്കാർ ഫയൽ ചെയ്തിരിക്കുന്ന സ്യൂട്ട് തള്ളിയത് ഗവൺമെന്റിന് വിജയമാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടണം. അതല്ല അത് ഗവൺമെന്റ് തിരിച്ചടിയാണെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടണം. ഈ കേസ് എയർപോർട്ട് സംബന്ധിച്ചുള്ള കേസല്ല. അത് വളരെ വ്യക്തമാണ്. ഉടമസ്ഥാവകാശം സംബന്ധിച്ചുള്ളതാണ്. അപ്പൊ അതിന്റെ അകത്ത് ഒരു ടെക്നിക്കാലിറ്റി നിലവിലില്ല. ഓക്കെ, എയർപോർട്ട് സംബന്ധിച്ചുള്ള കേസിൽ ഡെഫിനറ്റ്ലി ഹൈക്കോടതി ടെക്നിക്കാലിറ്റികളാണ് ഡീൽ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് സർക്കാർ കൊടുത്ത കേസ് തള്ളിപ്പോയതിൽ എങ്ങനെയാണോ സർക്കാർ കൈക്കൊടുത്തത് അതനുസരിച്ച് തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. അപ്പൊ ബിലീവേഴ്സ് ചർച്ച് ഈ എയർപോർട്ടിന് എതിരാണ്? ഒരിക്കലുമല്ല. അത് സഭാ മെത്രാപ്പോലിത്തയും സഭയുടെ സിനഡും ആദ്യം തൊട്ടേ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അവിടെ ഒരു എയർപോർട്ട് വരുന്നതിനോട് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, ഇത്രയും സ്ഥലം ഈ എയർപോർട്ടിന് ആവശ്യമാണോ എന്നുള്ള ചോദ്യം ഞങ്ങൾ തുടക്കം തൊട്ടേ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ഇപ്രാവശ്യം കേരള ഹൈക്കോടതിയും ചോദിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നടക്കട്ടെ. രണ്ട്, ഞങ്ങൾ പറയുന്നത് നിലവിൽ ഈ രാജ്യത്തൊരു നിയമ സംവിധാനമുണ്ട്. ഒരു ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമമുണ്ട്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭൂമി ഏറ്റെടുക്കുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും സഹകരിക്കും എന്നുള്ളത് തന്നെയാണ് സഭാ നേതൃത്വവും അഭിവന്യ മെത്രാപ്പോലിത്ത തിരുമനസ്സും സിനഡും വ്യക്തമാക്കിയിട്ടുള്ളത്. അത് ഇതുവരെ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പണം തന്ന് ഭൂമി ഏറ്റെടുക്കണമെന്നാണോ പറയുന്നത്? 2013 ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം എങ്ങനെയാണോ ഭൂമി ഏറ്റെടുക്കേണ്ടത് അതനുസരിച്ച് തന്നെ ഭൂമി ഏറ്റെടുക്കണം. അല്ല, ഈ സർക്കാരിലേക്ക് സൗജന്യമായി ഭൂമി നൽകി ഒരു സേവന പ്രവർത്തനം നടത്താൻ നമ്മുടെ ചർച്ച തയ്യാറാണ്? സൗജന്യം, കാരണം ഇത് ഞങ്ങൾ വില കൊടുത്ത് വാങ്ങിയ ഒരു ഭൂമിയാണല്ലോ. അപ്പം ഇത് ഞങ്ങൾക്ക് സൗജന്യമായി കിട്ടിയൊരു ഭൂമി അല്ല. അതുകൊണ്ട് തന്നെ സൗജന്യമായി കൊടുക്കുന്ന ഒരു കാര്യം ഇതിൽ ഉദിക്കുന്നില്ല. കാരണം സഭ നിലനിൽക്കുന്നതും പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു എമൗണ്ട് കിട്ടുമ്പോൾ അത് പാവപ്പെട്ടവരെ തന്നെയാണ് സഹായിക്കുന്നത്. ഇതൊരു വ്യക്തിയുടെ ലാൻഡ് അല്ല, ഒരു വ്യക്തിക്കും അവകാശപ്പെട്ടതല്ല, സഭയ്ക്ക് അവകാശപ്പെട്ടതാണ്. ആയതുകൊണ്ട് തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കുമല്ലോ ഇതിന്റെ എന്ത് വരവാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സഭയുടെ കൂടെ പങ്കാളിത്തം നൽകിക്കൊണ്ട് ഒരു എയർപോർട്ട് വന്നാൽ അതിന് സഭ തയ്യാറാണ്? അതിന് സാധ്യത വളരെ കുറവാണ്. കാരണം സഭ ഒരു ബിസിനസ് സ്ഥാപനത്തിലോട്ട് പോകാനുള്ള ചാൻസ് ഇല്ല. കാരണം ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ, സ്കൂൾ എന്ന് പറയുമ്പോൾ ഒരു സർവീസ് ഓറിയന്റഡ് ആണ്. വിമാനത്താവളങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്യൂർ ബിസിനസ് രീതിയിലാണ് ഇന്ന് നടത്തപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു ബിസിനസ്സിലോട്ട് അതോ ഒരു വിമാനത്താവളം നടത്തുക എന്നുള്ളത് സഭയുടെ ചിന്തയിലുള്ള പദ്ധതികളൊന്നുമല്ല. അപ്പൊ അങ്ങനെ ഒരു സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. ഇതിപ്പോ ഒരു തോട്ടം മേഖലയാണല്ലോ. തോട്ടം മേഖല വ്യവസായത്തിന് അല്ലെ എയർപോർട്ടിനായിട്ട് ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായും ഇത് ഡീനോട്ടിഫൈ ചെയ്ത് തോട്ടം അല്ലാതാക്കണം. അങ്ങനെ വരുമ്പോൾ ഈ എയർപോർട്ടിന് ഉപയോഗിക്കുന്നതിന് ബാക്കി ഭൂമി ഉണ്ടല്ലോ, അത് സഭയ്ക്ക് വിട്ടു എന്നുകൊണ്ട് ബാക്കി ഭൂമി സർക്കാരിന് ഏറ്റെടുക്കാൻ അങ്ങനെ ഒരു പദ്ധതി വന്നാൽ സമ്മതിക്കുമോ? അല്ല, അപ്പം നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സർക്കാർ നമ്മുടെ സ്ഥലം 2263 ഏക്കർ മുഴുവനായും അതിന് അപ്പുറത്തേക്ക് ഒരു 300 ഏക്കറും കൂടെ മറ്റുള്ള ആൾക്കാരുടെ ഭൂമിയും കൂടെ എടുക്കുന്ന പ്രപ്പോസൽ. അപ്പം ഇതൊരു പകുതിയായിട്ട് ഡീനോട്ടിഫൈ ചെയ്യുന്നൊരു ചർച്ച സർക്കാരിന്റെ ഭാഗത്തില്ല. അങ്ങനെ എന്തെങ്കിലും ചർച്ചകൾ വരുമ്പോൾ അത് സഭാ കൗൺസിലിൽ പ്രസന്റ് ചെയ്യാമെന്നുള്ളതല്ലാതെ നിലവിൽ അങ്ങനെ ഒരു പ്രപ്പോസലോ ചർച്ചയോ ഇല്ല. ഇപ്പൊ ഈ സർക്കാർ ഏറ്റവും ഒടുവിലായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് ഉടമസ്ഥാവകാശത്തിന് സബ് കോടതിയെ പോയിരിക്കുകയാണ്. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മേൽക്കോടതികൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീർന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി നിലവിൽ എന്തെങ്കിലും നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിൽ ഉണ്ടാകുന്നതായിട്ട് സഭയ്ക്ക് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും വേറെ രീതി? അല്ല, ഇനിയിപ്പം സർക്കാരിന്റെ ഭാഗത്തുള്ള ഒരു ഓപ്ഷൻ, ആരുടെ ഭാഗത്തായിരുന്നെങ്കിലും ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിനെതിരെ അപ്പീലിൽ പോവാന്നുള്ളതാണ്. അത് സർക്കാർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇനിയും അടുത്തൊരു 10 വർഷം കേസ് കളിക്കണം എന്നുള്ളതൊക്കെ
സർക്കാർ തീരുമാനിക്കണം. ഞങ്ങളായിരുന്നെങ്കിൽ പോലും നമ്മൾ ഡെഫിനറ്റ്ലി നമ്മുടെ സ്ഥലമാകുമ്പോൾ നമ്മൾ കേസിന് പോയി അപ്പീലിന് പോയേനെ. അപ്പം മുന്നോട്ടുള്ള നടപടി എന്ന് പറയുന്നത് ഈ കോടതിയുടെ വിധിക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് അത് അനുസരിച്ചിരിക്കും. ഇപ്പൊ അച്ഛൻ നേരത്തെ പറഞ്ഞു ഇത്രയും സ്ഥലം എയർപോർട്ടിന് വേണ്ടെന്നുള്ളത്. ഇപ്പൊ 2009 ഗ്രീൻഫീൽഡ് നയം അനുസരിച്ച് കേന്ദ്ര സർക്കാരിന്റെ അതിനുശേഷം തുടങ്ങിയിട്ടുള്ള എയർപോർട്ടുകൾക്കെല്ലാം 5000 ഏക്കർ വരെ സ്ഥലം ഏറ്റെടുക്കുകയുണ്ടായിട്ടുണ്ട്. ഇതും ഒരു ഗ്രീൻഫീൽഡ് എയർപോർട്ടാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഈ 2263 ഏക്കർ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? അല്ല, നമ്മൾ പറഞ്ഞത് കേരളത്തിൽ നിലവിലുള്ള എയർപോർട്ടുകളുടെ കാര്യമാണ്. ഓക്കെ, ഇൻക്ലൂഡിങ് കൊച്ചി എയർപോർട്ട്, അതൊരു PPP മോഡലിൽ ചെയ്ത എയർപോർട്ടാണ്. കണ്ണൂർ എയർപോർട്ട്, തിരുവനന്തപുരം എയർപോർട്ട്, കാലിക്കറ്റ് എയർപോർട്ട്. ഇതിൻ്റെ അകത്ത് സ്ഥലം കൂടുതലുള്ള ഒരേ ഒരു എയർപോർട്ട് കണ്ണൂർ എയർപോർട്ടാണ്. ബാക്കി എല്ലാ എയർപോർട്ടും, കൊച്ചി എയർപോർട്ട് നമുക്കറിയാം ചെറിയ എയർപോർട്ടൊന്നുമല്ല, വളരെ വലിയ എയർപോർട്ടാണ്. 1500 ഏക്കറിൻ്റെ അടുത്തേ ആ എയർപോർട്ടുള്ളൂ. തിരുവനന്തപുരം എയർപോർട്ടുണ്ട്, കാലിക്കറ്റ് എയർപോർട്ടുണ്ട്. കാലിക്കറ്റ് എയർപോർട്ട് ഏകദേശം 600 ഏക്കറോളം ഉള്ളൂ. അങ്ങനെ കേരളത്തിലെ ഭൂപരിസ്ഥിതി വെച്ചിട്ടുള്ള കേരളത്തിലെ എയർപോർട്ടുകളെല്ലാം മിക്ക എയർപോർട്ടുകളും 1500 ഏക്കറിന് താഴെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ചെറുവള്ളിയിൽ വരുന്ന ഒരു എയർപോർട്ട് ഒരു ഭയങ്കര മെട്രോ സിറ്റിയിൽ വരുന്ന ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് അല്ല. ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് ആയിരിക്കും കൺസെപ്റ്റിൽ ഉള്ളതെങ്കിലും ഒരു മലയോര മേഖലയാണ്. അപ്പൊ അവിടെ വരുന്നതിൻ്റെ അകത്ത് ഒരു വലിയ ലാൻഡ് ബാങ്കിന്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു പോയിന്റ് കോടതിയിൽ പറഞ്ഞത്. അപ്പോ നിലവിൽ ബിലീവേഴ്സ് ചർച്ച് എയർപോർട്ടിനെതിരല്ല. എയർപോർട്ടിനുള്ള ഭൂമി വിട്ടുകൊടുക്കാനും ബിലീവേഴ്സ് ചർച്ച് തയ്യാറാണ്. പക്ഷെ അത് നിയമാനുസൃതമായ രീതികളിലൂടെ മാത്രമാണെന്നാണ് ബിലീവേഴ്സ് ചർച്ചിന്റെ PRO ഫാദർ സിജോ പന്തപ്പള്ളി പറയുന്നത്. മറുനാടൻ മലയാളിക്ക് വേണ്ടി തിരുവല്ലയിൽ നിന്നും ജി വിശാഖൻ.